ഉപഗ്രഹങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ എങ്ങനെയിരിക്കും? എതിരാളികളുടെ സൈന്യത്തിനെയും തീവ്രവാദികളെയും നിരീക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയുടെ AI പവേർഡ് സാറ്റലൈറ്റ് ഗ്രിഡ് രൂപം കൊള്ളുകയാണിപ്പോൾ. 100-ലധികം സൈനിക ഉപഗ്രഹങ്ങൾ വിന്യസിച്ചുകൊണ്ട് ഒരു റോഡ് മാപ്പോടുകൂടി ഒരു ബഹിരാകാശ കമാൻഡ് ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി രൂപം കൊള്ളുകയാണ്. തത്സമയത്തിനുള്ള നിരീക്ഷണം, രഹസ്യാന്വേഷണം, സുരക്ഷിത ആശയവിനിമയ ശേഷികൾ എന്നിവ നൽകുന്നതിനായി ലോ എർത്ത് ഓർബിറ്റലും ജിയോ സ്റ്റേഷനറി ഓർബിറ്റലും ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടം വിന്യസിക്കാൻ ഇന്ത്യ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുകയാണ്. ഇത് ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ആണ്. അതായത് ഇമേജിംഗ് ഡേറ്റ സ്വയം പ്രോസസ് ചെയ്യുന്നതിനും സാധ്യതയുള്ള ഭീഷണികൾ തിരിച്ചറിയുന്നതിനും ആവശ്യാനുസരണം അടുത്ത നിരീക്ഷണം നടത്തുന്നതിനും ഇത് ഓൺബോർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. 2023 ഡിസംബർ 28-ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയിൽ ആതിഥേയത്വം വഹിക്കുന്ന വാർഷിക ശാസ്ത്ര സാങ്കേതിക ഉത്സവമായ ടെക് ഫെസ്റ്റിൽ സംസാരിച്ച ISRO ചെയർമാൻ S സോമനാഥ് ജിയോ ഇന്റലിജൻസ് ശേഖരണത്തിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഏകദേശം 50 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നതായി പറഞ്ഞിരുന്നു. ഇത് കൂടുതലും സൈനിക നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാനും ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം ചിത്രീകരിക്കാനും കഴിവുള്ള ഒന്നിലധികം ഭ്രമണ പഥങ്ങളിലുള്ള ഉപഗ്രഹങ്ങളാണ് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്. ഇതിൽ ഉപഗ്രഹങ്ങൾ തമ്മിൽ ആശയവിനിമയം ഉണ്ടായിരിക്കും. അതായത് ജിയോയിലെ ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ഉപഗ്രഹം പ്രവർത്തനം കണ്ടെത്തിയാൽ, എന്തെങ്കിലും സൈനിക പ്രവർത്തനങ്ങൾ എതിരാളികളുടേത് കണ്ടെത്തിയാൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള മറ്റൊരു ഉപഗ്രഹത്തിനെ ചുമതലപ്പെടുത്താൻ ഇതിന് സാധിക്കും. ഇതൊരു ചെറിയ പ്രദേശങ്ങളുടെ ചിത്രീകരണം മാത്രമല്ല, ആയിരക്കണക്കിന് കിലോമീറ്ററുകളുടെ ചിത്രീകരണവും മുഴുവൻ അതിർത്തിയും ദിവസവും പകർത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചാൽ അതിശയകരമായ ശേഷിയായിരിക്കും ഇന്ത്യക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുക എന്നാണ് ISRO ചെയർമാൻ കൂട്ടിച്ചേർത്തത്. ദൃശ്യ ഡേറ്റ മാത്രമല്ല, സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, തെർമൽ ഇമേജിംഗ് ഡേറ്റയും പ്രോസസ് ചെയ്യുന്നതിനായി AI സംവിധാനങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കും. എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയും നിരീക്ഷണം നടത്താൻ ഇതിന് സാധിക്കും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ പരിപാടിയെ പറ്റി വിശദമായി നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഈ ഉപഗ്രഹ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഘട്ടം ഘട്ടമായുള്ള പരിപാടി 2001-ൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിലാണ് ഈ SBS പ്രോഗ്രാം ആദ്യമായി ആരംഭിക്കുന്നത്. പദ്ധതിയുടെ 1-ാം ഘട്ടത്തിൽ ISRO 4 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. കാർട്ടോസാറ്റ് 2A, കാർട്ടോസാറ്റ് 2B, ഇറോസ് B, റിസാറ്റ് 2 ഇവ പ്രധാനമായി ഭൂമി നിരീക്ഷണത്തിനും ശത്രു സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം 2013-ലാണ് ഇതിന്റെ 2-ാം ഘട്ടം ആരംഭിക്കുന്നത്. ഈ 2-ാം ഘട്ടത്തിൽ ഇസ്രോ 6 ഉപഗ്രഹങ്ങളാണ് വിന്യസിച്ചത്. കാർട്ടോസാറ്റ് 2C, കാർട്ടോസാറ്റ് 2D, കാർട്ടോസാറ്റ് 3A, കാർട്ടോസാറ്റ് 3B, മൈക്രോസാറ്റ് TD, റിസാറ്റ് 2A എന്നിവയായിരുന്നു ഇത്. ഈ ഉപഗ്രഹങ്ങൾ മെച്ചപ്പെട്ട റെസല്യൂഷനും വിശാലമായ കവറേജും നൽകി സൈനിക നിരീക്ഷണത്തെയും നഗര ആസൂത്രണം, ദുരന്ത നിവാരണം തുടങ്ങിയ സിവിലിയൻ ആപ്ലിക്കേഷനുകളെയും ഈ ഉപഗ്രഹങ്ങൾ പിന്തുണച്ചു. ഇതിൽ 2017 ജൂൺ 23-ന് വിക്ഷേപിച്ച കാർട്ടോസാറ്റ് 2E ഇത് സൈനിക നിരീക്ഷണം, നഗര ആസൂത്രണം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി ഉയർന്ന റെസല്യൂഷൻ ഇമേജറിയാണ് നൽകുന്നത്. റിസാറ്റ് 2, റിസാറ്റ് 2A സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹങ്ങൾക്ക് എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയിലും ഇമേജിംഗ് നടത്താൻ കഴിയും. സൈനിക നിരീക്ഷണത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നെറ്റ്വർക്കിംഗ് സുഗമമാക്കുന്നതിനായി സമർപ്പിത ഹൈ ബാൻഡ് വിഡ്ത്ത് ആശയവിനിമയ ഉപഗ്രഹങ്ങളാണ് GSATO-7 പരമ്പര വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയുടെ നാവികസേനയ്ക്ക് വേണ്ടി ഈ ജിസാറ്റ് 7 ലാൻഡ് സ്റ്റേഷനുകൾ, കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ എന്നിവയ്ക്കിടെ തത്സമയ ആശയവിനിമയമാണ് നൽകുന്നത്. അങ്ങനെ 2018 ഡിസംബറിൽ വിക്ഷേപിച്ച ജിസാറ്റ് 7A ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധമാണ് സുഗമമാക്കുന്നത്. ഗ്രൗണ്ട് റഡാർ സ്റ്റേഷനുകൾ, എയർബേസുകൾ, AEW&C സിസ്റ്റങ്ങൾ, അതായത് നമ്മുടെ DRDOയുടെ നേത്ര, ബെറീവ് A-50 ഫാൽക്കൺ പോലുള്ള വിമാനങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഇത് കരസേനയുടെ വ്യോമയാന കോർപ്സിനെയും പിന്തുണയ്ക്കുന്നു. അതേപോലെ തന്നെ ഭാവി വിക്ഷേപണങ്ങൾക്കായി ആസൂത്രണം ചെയ്തിരിക്കുന്ന ജിസാറ്റ് C-7B, 7C-7R എന്നിവ സൈനിക ആശയവിനിമയ ശേഷികളാണ് വികസിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് നമ്മുടെ DRDOയുടെ പ്രൊജക്ട് കൗട്ടില്യക്ക് കീഴിലുള്ള ഒരു രഹസ്യാന്വേഷണ ഉപഗ്രഹമായ എമിസാറ്റ്. ശത്രു റഡാറുകൾ കണ്ടെത്തുന്നതിനും സാഹചര്യ അവബോധം മെച്ചപ്പെടുത്തുന്നതിനും ഇലക്ട്രോണിക് ഇന്റലിജൻസ് ആണ് ഇത് നൽകുന്നത്.
അടുത്തതാണ് നമ്മുടെ 2019 ജനുവരി 24 വിക്ഷേപിച്ച മൈക്രോസാറ്റ് ആർ. ഇന്ത്യൻ സായുധ സേനയ്ക്കായി സമർപ്പിച്ച ഒരു സൈനിക ഉപഗ്രഹമാണിത്. 2019 എസാറ്റ് പരീക്ഷണത്തിൽ അതായത് മിഷൻ ശക്തിയിൽ ഇത് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പറഞ്ഞ ഈ ഉപഗ്രഹങ്ങളെല്ലാം ഈ SBS-ന്റെ രണ്ടാം ഘട്ടത്തിൽ വിക്ഷേപിച്ച അല്ലെങ്കിൽ പ്രവർത്തനം നടത്തിയ ഉപഗ്രഹങ്ങളാണ്. ഇതിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 2024 ഒക്ടോബറിൽ അംഗീകരിച്ച ഇന്ത്യയുടെ ബഹിരാകാശ അധിഷ്ഠിത നിരീക്ഷണ പരിപാടി അതായത് SBS ഘട്ടത്തിന്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഇന്ന് വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും അഭിലഷണീയമായ ഘട്ടമാണ്. ഈ മൂന്നാം ഘട്ടത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് 52 ഉപഗ്രഹങ്ങളാണ്. ഇതിൽ 21 എണ്ണം ഫ്രാൻസുമായി സഹകരിച്ച് ISRO വികസിപ്പിച്ചെടുക്കും. പ്രതിരോധ ബഹിരാകാശ സഹകരണത്തിനായി 2024 ജനുവരിയിൽ ഒപ്പുവെച്ച ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് പ്രകാരം ശേഷിക്കുന്ന 31 ഉപഗ്രഹങ്ങൾ ദക്ഷിണേന്ത്യയിൽ ആസ്ഥാനമായുള്ള 3 സ്വകാര്യ മേഖലാ കമ്പനികളാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ വളരെയധികം സെൻസിറ്റീവായ ഒരു സ്വഭാവം ഈ പ്രോഗ്രാമിനുള്ളത് കൊണ്ട് തന്നെ ഈ കമ്പനിയുടെ പേരുകൾ ഇതുവരെയും മറച്ചു വെച്ചിരിക്കുകയാണ്, ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ആദ്യ ബാച്ച് ഉപഗ്രഹങ്ങൾ 2027-നും 2028-നും ഇടയിൽ വിക്ഷേപിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 2026-ന്റെ അവസാനത്തിലേക്ക് ഇത് നടത്താനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തുന്നത്. അതെ, നമ്മുടെ ഇന്ത്യയുടെ സായുധ സേനയുടെ സാഹചര്യ അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ലോ എർത്ത് ഓർബിറ്റലും അതേപോലെ തന്നെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റലും 52 ഉപഗ്രഹങ്ങൾ വിന്യസിച്ചുകൊണ്ട് ബഹിരാകാശ അധിഷ്ഠിത നിരീക്ഷണ ശേഷികൾ ഇന്ത്യ വേഗത്തിൽ കൈവരിക്കാൻ ഒരുങ്ങുകയാണ്. ഏകദേശം 27,000 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ അഭിലാഷ പരിപാടി വിദേശ സ്രോതസ്സുകളിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങളെ ഇന്ത്യ ആശ്രയിക്കുന്നത് ക്രമേണ കുറയ്ക്കുകയാണ് ലക്ഷ്യമിടുന്നത്. നമ്മുടെ ISROയും സ്വകാര്യ മേഖലയും അതേപോലെ തന്നെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റും പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രതിരോധ ബഹിരാകാശ ഏജൻസി അതായത് DSAയും ചേർന്നാണ് ഈ പരിപാടി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഈ DSA എന്ന് പറയുന്നത് 2019 രൂപീകൃതമായ ഒരു ഇന്റഗ്രേറ്റഡ് സ്പേസ് സെല്ലിന് പകരമായി പ്രവർത്തിക്കുകയും ഇപ്പോൾ ഇന്ത്യയുടെ സൈനിക ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ബഹിരാകാശ യുദ്ധതന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും ദേശീയ ബഹിരാകാശ ആസ്തികൾ സംരക്ഷിക്കുന്നതിനും ISROയും DRDOയും സായുധ സേന എന്നിവയുമായിട്ട് ഇത് ഏകോപിപ്പിച്ചിരിക്കുകയാണ്. അതായത് അടുത്ത 7 മുതൽ 8 വർഷത്തിനുള്ളിൽ 100-ലധികം സൈനിക ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പോടെ DSA ഒരു പൂർണ്ണമായ ബഹിരാകാശ കമാൻഡായിട്ടാണ് പരിണമിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ SBS പ്രോഗ്രാം വമ്പൻ ലക്ഷ്യങ്ങളാണ് ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്നത്. അതായത് ഇതുമൂലം അടിസ്ഥാന സൗകര്യ വികസനവും സൈനിക പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നതിനായി പ്രത്യേകിച്ച് പാകിസ്ഥാനും ചൈനയുമായുള്ള ഇന്ത്യയുടെ അതിർത്തികളിൽ അതായത് LACയിലെ നിരീക്ഷണം വർദ്ധിപ്പിക്കാൻ ഇതുമൂലം ഇന്ത്യക്ക് സാധിക്കും. അതേപോലെ തന്നെ ശത്രു അന്തർവാഹിനികളെയും ചൈനീസ് ചാരക്കപ്പലുകളെയും കണ്ടെത്തുന്നതിനുൾപ്പെടെ അതായത് ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര അവബോധം മെച്ചപ്പെടുത്താനും ഇന്ത്യക്ക് സാധിക്കും. ഈ പ്രോഗ്രാമിൽ സ്വകാര്യ മേഖലയും ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഏതൊക്കെ കമ്പനികളാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഇന്ത്യ ഇതുവരെയും പുറത്തുവിട്ടില്ല. എന്നാൽ ഇങ്ങനെ ബഹിരാകാശ മേഖലയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ 2023 ബഹിരാകാശ നയവുമായി പൊരുത്തപ്പെടുത്തുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ് SBS ഘട്ടം 3-ൽ ആദ്യമായി സ്വകാര്യ കമ്പനികൾ ഉപഗ്രഹ നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നത്. ഇതിൽ നമ്മുടെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് പോലുള്ള കമ്പനികൾ ഉപഗ്രഹ വികസനത്തിൽ തങ്ങളുടെ കഴിവ് ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. അതായത് ഈ കമ്പനി ഈ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് അഥവാ TASL വികസിപ്പിച്ചെടുത്ത TSAT-1A 2024 ഏപ്രിൽ 7-ന് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ബാൻഡ് വാഗൺ 1 ദൗത്യത്തിനിടെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9-ൽ വിക്ഷേപിച്ച ഒരു സബ്മീറ്റർ റെസൊല്യൂഷൻ ഒപ്റ്റിക്കൽ എർത്ത് നിരീക്ഷണ ഉപഗ്രഹമാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ സായുധ സേനയെ പിന്തുണയ്ക്കുന്നതിനായിട്ടാണ് ഈ ഉപഗ്രഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രവർത്തന രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കായി ദ്രുതവും ഉയർന്നതുമായ റെസൊല്യൂഷനുള്ളതുമായ ചിത്രങ്ങളാണ് ഈ ഉപഗ്രഹങ്ങൾ നൽകുന്നത്. ഇങ്ങനെ ശത്രുക്കളുടെ എല്ലാ രഹസ്യാന്വേഷണങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി കണ്ടെത്തുന്നതിന് വേണ്ടി ഉപഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചുകൊണ്ട് എതിരാളികളുടെ സൈന്യത്തെയും തീവ്രവാദികളെയും നിരീക്ഷിക്കാൻ ഇന്ത്യയുടെ AI പവേർഡ് സാറ്റലൈറ്റ് ഗ്രിഡ് രൂപം കൊള്ളാൻ തുടങ്ങുകയാണ്. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.